തുണി അലക്കാൻ പറഞ്ഞപ്പോ എന്റെ അടുത്ത് കല്ലിൽ കലക്കാനാണ് മോളെ പറയുന്നത്. അവളെ എന്താ ചെയ്യേണ്ടത്? അവൻ പോകുന്നവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് നിൽക്കും. അവൻ പോയി കഴിഞ്ഞാൽ മൊബൈൽ കൊടുത്ത് അവിടെ ഇരുന്നു. നിന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ കുറെ സമയം ഫോൺ എടുക്കണു. എന്റെ പുറകെ ചുറ്റിപ്പറ്റി നിൽക്കുക. എന്തെങ്കിലും അവൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ അടുത്ത് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടായിരിക്കാം. ഇപ്പൊ കുഞ്ഞെണിച്ച് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരിക്കുക. ആ സ്പോട്ട് ഞങ്ങോട്ട് വന്ന് നിന്നെ വിളിക്കുക. ഏത് നേരം മൊബൈൽ ഫോണാ കയ്യില്. ഇപ്പൊ കുഞ്ഞെണിച്ചത് അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതാ കുഞ്ഞെണിച്ചു വന്ന് എടുക്കുന്നുള്ളത്. തക്കം കിട്ടി അവളുടെ വീട്ടിലേക്ക് വിളിക്കുക. എന്താ വിളിച്ചത്ര പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഇവിടത്തെ അലക്കിക്കോ കല്ല്, അത് നല്ലത്. ഞാൻ തുണി അലക്കാൻ വന്ന് നന്നായി. അതുകൊണ്ട് ചിലരുടെയൊക്കെ കള്ളത്തരം വെളിച്ചത്തായല്ലോ. കള്ളത്തരോ? എന്ത് കള്ളത്തരം? ഒന്ന് കണ്ണ് തെറ്റുമ്പോഴത്തേക്കും ഓരോരുത്തരെ വിളിച്ചിട്ടേ മരുമോളെ കുറ്റം പറഞ്ഞു കൊടുക്കുന്ന അത്ര ശരിയായ രീതിയൊന്നും അല്ല. ആരെ വിളിച്ച്? എന്റെ മോളെ വിളിക്കുന്ന എനിക്ക് നിന്റെ സമ്മതം വേണോ? എന്റെ സമ്മതമൊന്നും വേണ്ട. പക്ഷെ പറയുന്നത് മുഴുവൻ എന്നെ കുറിച്ചാണല്ലോ. അങ്ങനെ ആകുമ്പോ അതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ വേണം. ഉള്ള നുണകൾ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എന്ത് ചെയ്താലും ഒരു വിലയില്ല. പിന്നെ നീ വല്ല മലമറക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഉള്ള തുണി മുഴുവൻ മെഷീനിലിട്ടു. എന്തെങ്കിലും രണ്ടെണ്ണം കല്ല് അലക്കെ. അതിനാണ് ഇപ്പൊ ഇത്രയും വലിയ ബുദ്ധിമുട്ട് പോലെ കാണിക്കുന്നത്. എന്നാ പിന്നെ ഞാൻ അലക്കുന്നില്ല, ഇത് മുഴുവൻ അമ്മ അലക്കിക്കോ. എനിക്കിവിടെ ചെടികളൊക്കെ നനയ്ക്കാനുണ്ട്. ചെടികൾ എന്തിനു നനയ്ക്കുന്നു? മഴ പെയ്ത് ഇഷ്ടം പോലെ വെള്ളം കിട്ടിയിട്ടില്ല, അതുപോലെ. ഇവിടുത്തെ ചെടികൾക്ക് ഈ മഴയൊന്നും പോരാ, കുറച്ച് കൂടുതൽ വെള്ളം തന്നെ കൊടുക്കണം. പിന്നെ ഇതാ ഈ തെങ്ങിന് മുഴുവൻ മണ്ടരി ബാധിച്ചിരിക്കുക. അതിനെന്തെങ്കിലും മരുന്ന് വിടണം. എന്നാലേ ഈ രോഗം അങ്ങോട്ട് മാറും. അല്ലെങ്കിൽ എത്ര തേങ്ങ ഉണ്ടായിട്ടും കാര്യമില്ല, വെറും പാഴന്നെ. നീ എന്താടി ആളെ ആക്കി പറയണോ? ആക്കി സംസാരിക്കാൻ എന്താ അമ്മ മണ്ടരി ഭാഷ നിൽക്കണോ? നിന്റെ നാവിന്റെ നീളം കുറച്ചോട്ടോ, എല്ലാം ഒറ്റടിക്ക് ഞാൻ കുറച്ചു തരും. എനിക്ക് ശരിക്കും എന്റെ സ്വഭാവം അറിയില്ല. അമ്മായിമ്മ വരുമ്പോൾ ഇവിടെ വന്ന് കഥ പറഞ്ഞിക്ക. മോൻ എന്താ ഈ സമയത്ത്? ഞങ്ങളുടെ MD-ന്റെ വീട്ടിലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും രാവിലെ ഓഫീസ് ക്ലോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന. അതെന്തായാലും നന്നായി മോനെ. അവൾ ഇവിടെ ചെടി നനയ്ക്കാൻ വന്നാണ് കേട്ടോ. അതിന് ഓസ് ഉണ്ടോ ഇവിടെ? ചെറുതല്ലേ. നീ ഒരു 10-15 മീറ്റർ ഓസ് ഇങ്ങ് വാങ്ങിട്ട് വാ. അല്ലാണ്ട് കുട്ടി ബക്കറ്റിൽ വെള്ളം എടുത്ത് ഇങ്ങനെ നനയ്ക്കണ്ടേ? അമ്മ ഞാനൊന്ന് ജസ്റ്റ് വീട്ടിലേക്ക് വന്നല്ലേ ഉള്ളൂ. അപ്പോഴത്തേനും ചെന്നിട്ട് പൈപ്പ് വാങ്ങിക്കൊണ്ടിരാനോ? അമ്മയ്ക്ക് എപ്പോഴും മരുമോളും ചിന്ത മാത്രമേ ഉള്ളൂ. എന്നാ മോനെ ചെന്ന് ഇരിക്കി, ഒരു ഗ്ലാസ് ചായ എടുത്തരാന്ന് പറയാ. അതില്ല. അയ്യോ, ആ കാര്യം ഞാൻ വിട്ടുപോയി മോനെ. എന്ന് ഇവളുടെ ബാക്കിൽ നടന്നിട്ട് ചായ കുടിക്കുക, ചോറ് കഴിക്കുന്ന ഓരോ കാര്യങ്ങൾ പറയണം. മോളൊരു കാര്യം ചെയ്യ്, ആ തുണി അവിടെ പോയി മെഷീനിലിടാ. ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്ക്. നീ എന്ത് കൈവശാണ് അമ്മയ്ക്ക് കൊടുത്തത്? അമ്മയ്ക്ക് ഇതിനോട് മുടിഞ്ഞ സ്നേഹാണല്ലോ. വാ.